വയനാട്ടിലും മുന്തിരി കുലകുത്തി വിളയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച് മുട്ടിൽ കുട്ടമംഗലം സ്വദേശി അറക്കൽ സലീം ഗൂഡല്ലൂർ. സ്വന്തം വീട്ടുമുറ്റത്താണ് സലീം മുന്തിരിക്കുലകൾ വിളയിച്ചത്. ഇവ കാണാൻ നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. സാധാരണയായി അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമൊക്കെയാണ് മുന്തിരിത്തോട്ടങ്ങളും മുന്തിരി വിളയിക്കുന്നതും നാം കണ്ടിട്ടുള്ളത്. എന്നാൽ വയനാട്ടിലും മുന്തിരി വിളയിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് സലീം അറക്കൽ. 3 വർഷം മുൻപാണ് പുൽപ്പള്ളിയിൽ നിന്നും കിട്ടിയ മുന്തിരിത്തൈ സ്വന്തം വീട്ടുമുറ്റത്ത് നട്ട് പരിപാലിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ വർഷം തന്നെ മുന്തിരി വിളഞ്ഞെങ്കിലും 3 വർഷത്തെ പരിപാലനം സലീമിന്റെയും മകൾ ഷഫീനയുടെയും കഠിന പ്രയത്നം കൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വിളവുണ്ടാകാൻ സാധിച്ചത്. പൂർണ്ണമായിട്ടും ജൈവവളം, അതുകൊണ്ടാണ് ഇതിങ്ങനെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വയനാട്ടിലൊന്നും ഇതിങ്ങനെ കണ്ടിട്ടില്ലാണ്. ഇങ്ങനെ ഉണ്ടായാലും എനിക്ക് സന്തോഷമുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് കൽപ്പന ടീച്ചർക്കാണ്. ഇതിൻ്റെ ഭാര്യ മക്കൾക്ക് ഇത് കൂട്ടുന്നുണ്ട്. ചെടി നനക്കാനും വളം ചെയ്യാനും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് കാണുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് പറിക്കുന്നുമുണ്ട്, തിന്നുന്നുമുണ്ട്. അത് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇത് വിൽപ്പനക്കൊന്നുമില്ല. ഒരുപാട് ആളുകൾ വന്ന് കാണുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ അറിയണം. അപകടകാരികളായ മരുന്നുകളോ വളങ്ങളോ ഉപയോഗിക്കാതെ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കാലിവളം മുതലായ ജൈവവളം ഉപയോഗിച്ചാണ് ഇവയുണ്ടാക്കിയത്. ഇവ കൂടാതെ സീഡ്ലെസ് പച്ചമുന്തിരി, കംബോഡിയൻ മുന്തിരി എന്നിവയും വിളയിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. 28 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഇപ്പോൾ മുട്ടിൽ WMOയിലെ ഡ്രൈവറായി ജോലി ചെയ്തു വരുന്നു. ഒഴിവ് കിട്ടുന്ന സമയത്താണ് മുന്തിരിച്ചെടിയുടെ പരിപാലനം. VV രാജു, മലനാട് ന്യൂസ്, മുട്ടിൽ.